ദുബായിൽ ദുരൂഹ സാഹചര്യത്തിൽ ജീവൻ നഷ്ടപ്പെട്ട റിഫ. ആ പേര് ഇന്നും മലയാളി സോഷ്യൽ മീഡിയയിൽ ഒരു തുറന്ന മുറിവാണ്. ആ മുറിവ് വീണ്ടും പൊട്ടിത്തുറക്കുകയാണ് അവളുടെ ഭർത്താവായിരുന്ന മെഹനാസ് വീണ്ടും വാർത്തകളുടെ നടുവിലേക്ക് ചാടിയതോടെ. റിഫയുടെ മരണത്തിന് പിന്നാലെ മെഹനാസ് ഇൻസ്റ്റഗ്രാമിൽ കണ്ണീരോടെ ലൈവിൽ വന്നത് നിങ്ങൾ മറന്നിട്ടുണ്ടോ? ആ ലൈവ്, അവൻ്റെ കരച്ചിൽ, അതിനു പിന്നിലെ ഉയർന്ന സംശയങ്ങൾ. അത് സങ്കടമോ അഭിനയമോ എന്ന ചോദ്യങ്ങൾ. റിഫയുടെ മരണത്തിന് മെഹനാസിന് പങ്കുണ്ടോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ വരെ ഉണ്ടായിരുന്നു. കാലം ഒരുപാട് കടന്നുപോയെങ്കിലും ആ സംശയങ്ങൾ ഓരോ മലയാളികളുടെ മനസ്സിലും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോൾ സഫ പറയുന്നത് ഇങ്ങനെ. സഫ അവിടെ നിന്നത് മെഹനാസിൻ്റെ ആത്മഹത്യാ ഭീഷണിക്ക് വഴങ്ങി. സഫ വോയിസിൽ പറയുന്നത് ഇങ്ങനെ: പിന്നെ മെഹന് ചെയ്യുന്ന വേറൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ആത്മഹത്യാ ഭീഷണിയാണ്. ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന സമയത്തും മെസ്സേജ് അയച്ചിരുന്നു, കുട്ടികളെ 2 പേരെയും കാണണം, എന്നിട്ട് ഈ ലോകത്തോട് വിട പറയണം എന്നുള്ള ഒരു ഭീഷണിയായിരുന്നു. എനിക്കറിയാം ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എങ്കിലും ഭീഷണിപ്പെടുത്തുമ്പോൾ നമുക്ക് ഉള്ളിൽ ഒരു ഭയം ഉണ്ടാവില്ലേ? ഇനി എന്തെങ്കിലും ചെയ്യുമോ, അത് നമ്മുടെ തലയിൽ ആകുമോ എന്നുള്ള ആ ഒരു പേടിയായിരുന്നു എനിക്ക്. ഇത്രയും സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോഴും ഇന്നലെ രാത്രിയും അവൻ എന്നെ മെസ്സേജ് അയച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഞാൻ പോവുകയാണ്, ഞാൻ ഈ ലോകത്തോട് വിട പറയുകയാണ്, ഞാൻ എന്തിന് ഇവിടെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഭീഷണിയാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും കാലം ഈ ഭീഷണി പേടിച്ചാണ് ഞാൻ ഇവിടെ നിന്നതു തന്നെ. റിഫയെ ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സഫ. അപ്പോൾ എന്തുകൊണ്ടാണ് റിഫ ആ വഴി തെരഞ്ഞെടുത്തത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം. കാരണം മെഹനുവിൻ്റെ കൂടെയുള്ള